Hello, my dear children. Welcome to the class. Today, let's learn a chapter from your basic science textbook, part 2, a chapter from biology. Okay. Are you all ready? Okay, let's start. The chapter's name is Why Classification. Okay, this chapter is going to be discussed today. Okay, children, let's start. Let's start with this image. What do you see in this picture here? ഈ പിക്ചറിൽ നിങ്ങൾ എന്താണ് കുട്ടികളെ കാണുന്നത്? This is a picture taken from a supermarket. Okay. In a supermarket, all of you might have seen the vegetables, grocery items are arranged in a particular order. Whatever we need, we are picking out from these sections, right? There will be different sections, and in these sections, this is a picture from the vegetable section, where all the vegetables are categorized in different boxes. Anyone can pick out very easily, right? You don't want to search or wander so much time, right? That is the use of arranging things in the supermarket. Okay, what do you think of this? ഈ ഒരു മെത്തേഡ് എന്ത് തന്നെയായാലും നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ അല്ലേ? എല്ലാ ഗ്രോസറി ഐറ്റംസും അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും ഒന്നിച്ചാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൂട്ടം കൂടിയിട്ടിരിക്കുകയെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെ പിക്ക് ഔട്ട് ചെയ്യും അല്ലേ? മാത്രമല്ല വസ്തുക്കളൊക്കെ ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. ഈ ഒരു മെത്തേഡ് സൂപ്പർ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയാണ്. അത് മാത്രമല്ല വസ്തുക്കളെല്ലാം വളരെ നന്നായി അടുക്കി പെറുക്കി ബ്യൂട്ടി മാത്രമല്ല ഇത് നൽകുന്നത് അല്ലേ, അത് വളരെയധികം ഒരു കൺവീനിയൻസ് യൂസേഴ്സിനും സെല്ലേഴ്സിനൊക്കെ നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ക്ലാസിഫിക്കേഷൻ എന്തിനാണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ബയോളജിയാണ്. ബയോളജി എന്ന് പറയുമ്പോൾ അറിയാം എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലേ. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഓൾ ലിവിങ് തിങ്സ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, എല്ലാ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി തന്നെയാണ് ബയോളജി, എല്ലാ ലിവിങ് തിങ്സിനെ കുറിച്ച്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആനിമൽ വേൾഡിലാവട്ടെ പ്ലാന്റ് വേൾഡിലാവട്ടെ എന്തിനാണ് നമുക്കിങ്ങനെ ക്ലാസിഫിക്കേഷൻ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, why classification? Here you can see a picture. Two girls are searching some books in a library, right? And in this library you can find out the books are not arranged in the proper order. All books are piled up, right? Mixed together, not arranged in correct order. And they are searching for a single book, but they couldn't find it. They are very much fed up with that, right? And they are saying, if these books are arranged in order, it would have been very easy to locate the book suggested by our teacher. അല്ലേ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേറെ ആയി അവർ ബുക്സ് ഇങ്ങനെ ഷെൽഫിൽ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എത്ര ഈസി ആയിരുന്നു ബുക്സ് സെലക്ട് ചെയ്യാനല്ലേ. ലൈബ്രറിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് നമ്മുടെ ലൈഫിൽ ഏത് ഒരു മേഖലയിലാണെങ്കിലും ഈ ഒരു ക്ലാസിഫിക്കേഷനും അറേഞ്ച്മെൻറ്റ്സൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. Okay, things need to be classified first in order to arrange them properly. Are the things in your study room and kitchen arranged according to their types? For example, നിങ്ങളുടെ സ്റ്റഡി റൂം അല്ലെങ്കിൽ കിച്ചൺ, അവിടെയൊക്കെ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കുന്നുകൂടി ഇടുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ഓരോ സാധനങ്ങളും കൃത്യമായി പ്രത്യേക സ്ഥലങ്ങളിലായി അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അത് മാത്രമല്ല നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനത്ത് വെക്കുകയും ചെയ്യുന്നു അല്ലേ. അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ സമയത്ത് കിട്ടാനും നമ്മളുടെ തിരച്ചിലിൻ്റെ ആ ഒരു ശ്രമം ഒഴിവാക്കാനും കൂടിയാണ് അല്ലേ. Then what are the basis of such classification? Human beings show a tendency to classify things around them. അപ്പം മനുഷ്യർക്ക് മറ്റ് മൃഗങ്ങളെ ജീവജാലങ്ങളെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, അവരാരും വസ്തുക്കൾ അവരുടെ നിത്യോപയോഗ സാധനങ്ങളോ ഒന്നും അടുക്കി പെറുക്കി വെക്കാറില്ല അല്ലേ, അറേഞ്ച് ചെയ്തോ ക്ലാസിഫൈ ചെയ്തോ വെക്കാറില്ല. പക്ഷേ മനുഷ്യർ എന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യുമ്പോഴും ഈ ഒരു അറേഞ്ച്മെൻറ്റ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ഈ ക്ലാസിഫിക്കേഷനുള്ള ബേസിസ് നമുക്ക് നോക്കാം. It can be shape, color, size, use.
ഓക്കെ, പലതരത്തിൽ പല കാര്യങ്ങൾ മാനദണ്ഡമാക്കി അല്ലെങ്കിൽ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വസ്തുക്കളെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇറ്റ് ക്യാൻ ബി ഷേപ്പ്, ക്യാൻ ബി കളർ, സൈസ്, യൂസ് എക്സെട്ര. ഇനി നമുക്ക് രണ്ട് ഫിഗേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹു ആർ ദേ? എ ഡോഗ് ആൻഡ് എ കാറ്റ്, റൈറ്റ്? വാട്ട് ക്രൈറ്റീരിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ദീസ് ഓർഗാനിസംസ്? ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഈ ഓർഗാനിസംസിനെ നമുക്ക് 2 ഓർഗാനിസംസ് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 1 ഡോഗ് ആൻഡ് എ കാറ്റ്. ഈ ഓർഗാനിസം നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? their size, their beauty, their speed, their sharp incisors. Incisors, you know? They are sharp teeth, you know? And on both sides they will have sharp teeth. Then claws that can be withdrawn into feet. Both these animals have claws in their feet that can be withdrawn by use, right? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ആനിമൽസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇനി വിച്ച് എമംഗ് ദീസ് ക്രൈറ്റീരിയ ഈസ് എ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ഫോർ ക്ലാസിഫിക്കേഷൻ? ഇനി ഈ ക്രൈറ്റീരിയയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിളായ ക്ലാസിഫിക്കേഷൻ എന്താണ്? എന്തായാലും ഷാർപ്പ് ഇൻസിസേഴ്സോ അല്ലെങ്കിൽ ക്ലോസ് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ഇൻ ടു ദ ഫീറ്റ്. ഈ 2 ക്രൈറ്റീരിയ ആയിരിക്കും അല്ലേ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഈസി അല്ലേ? ഇനി ഇഫ് മോർ സ്പെസിഫിക് ക്രൈറ്റീരിയ ആർ അഡോപ്റ്റഡ്, ക്ലാസിഫിക്കേഷൻ ബിക്കംസ് മോർ ആക്യുറേറ്റ്. ഒന്നും കൂടെ ഒരു ബുള്ളറ്റും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ആ ഒരു മിസ്സായ ഐറ്റം? ഇറ്റ് ക്യാൻ ബി ദീസ് 2 ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, റൈറ്റ്? ഡൊമസ്റ്റിക്കേറ്റഡ് ആണോ അല്ലയോ അങ്ങനെ പറഞ്ഞ് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? It will be easy to study organisms if they can be classified according to suitable criteria. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിനെ ആയാലും ആനിമൽസിനെ ആയാലും അവരെക്കുറിച്ചൊക്കെ ഓരോന്നിനെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ അവരൊക്കെ ഓരോ പ്രത്യേക തരത്തിലുള്ള ഗ്രൂപ്പിൽ പെടുത്തുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. പണ്ട് തന്നെ മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ലാസിഫിക്കേഷൻ നിലവിൽ വന്നത്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലെറ്റ്സ് ക്ലാസിഫൈ ആൻഡ് ലേൺ. Observe the illustration given below. Do you know all the peculiarities of the organisms shown in the illustration? Notice the classification of these organisms on the basis of certain observable characteristics. Analyze the criteria used for classification. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കണ്ട, ഈ ഒരു ഫസ്റ്റ് ബോക്സ് നോക്കാം. ഈ ബോക്സിൽ നമുക്ക് എന്താണ് 6 ഓർഗാനിസംസിനെ തന്നിട്ടുണ്ട് അല്ലേ? ഗ്രാസ് ഹോപ്പർ ഉണ്ട്, അതുപോലെ സ്പൈഡർ ഉണ്ട്, ഹൗസ് ഫ്ലൈ ഉണ്ട്, സ്നെയിൽ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട് അല്ലേ? ഇങ്ങനെ ഈ ഓർഗാനിസംസിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നേരത്തെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കണ്ട പോലെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കണം അല്ലേ? ഒരു ഗ്രൂപ്പാക്കി തിരിക്കണം. ക്യാൻ ബി 2 ഗ്രൂപ്പ്സ് ഓർ 3 ഗ്രൂപ്പ്സ് എക്സെട്ര. അങ്ങനെയൊക്കെ നമുക്ക് ഗ്രൂപ്പാക്കി തിരിക്കാം. നമ്മൾ ക്ലാസ് റൂമുകളിൽ ഗ്രൂപ്പായിട്ട് തിരിക്കാറില്ലേ അല്ലേ? ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരിക്കാറില്ലേ? 50 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ എങ്ങനെ ഗ്രൂപ്പാക്കും? 10 മെമ്പേഴ്സുള്ള 5 ഗ്രൂപ്പായിട്ട് ടീച്ചർ തിരിക്കാറില്ലേ? അങ്ങനെയാണ് ഗ്രൂപ്പിങ്സ് ചെയ്യുന്നത് അല്ലേ? അപ്പം ആ ഗ്രൂപ്പിങ്സിന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. അതേപോലെ ഇവിടെയും എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് ഈ കുട്ടികളെ ഈ ഓർഗാനിസംസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് 2ആയി തരംതിരിക്കാം. എങ്ങനെയാണ്? ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്തിട്ടുള്ളത് വിങ് ആണ്. ചിറകുള്ള ജീവികളും ചിറകില്ലാത്ത ജീവികളും അങ്ങനെ നമുക്ക് തിരിക്കാം അല്ലേ? ഇതിലെന്താണ്? സ്നെയിലിനും സ്പൈഡറിനും വിങ്സ് ഇല്ല, അതുകൊണ്ട് നമുക്കതിനെ ഒരു ഗ്രൂപ്പാക്കാം. ഇനി മറ്റേ ഗ്രൂപ്പിലോ അവർക്കൊക്കെ വിങ്സ് ഉണ്ട്, അതുകൊണ്ട് അവരൊരു ഗ്രൂപ്പ്. അങ്ങനെ 2ആക്കി തിരിക്കാമല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ നോക്കാം, നമ്പർ ഓഫ് വിങ്സ്. ഇനി വിങ്സ് ഉള്ളതിനെ തന്നെ നമുക്ക് 2ആക്കി തിരിക്കാമല്ലോ, പിന്നെയും 2ആക്കി തിരിക്കാമല്ലോ. എങ്ങനെയാണ്? എ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് ആൻഡ് ദ ഓർഗാനിസംസ് വിച്ച് ഹാവ് 2 pairs ഓഫ് ഒബ്സർവബിൾ വിങ്സ്. ഓക്കെ, ഒബ്സർവബിൾ വിങ്സ് ഒരു പെയറുള്ളത് ജീവിയും അതുപോലെ 2 പെയർ ഒബ്സർവബിൾ വിങ്സ് ഉള്ള ജീവജാലങ്ങളും എന്ന് ഈ ഒരു വിങ്സ് ഉള്ള ഗ്രൂപ്പിന് തന്നെ സബ് ഗ്രൂപ്പാക്കി തിരിക്കാം അല്ലേ? ഇവിടെ ഫ്ലൈക്ക് എന്താണ്? 2 വിങ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ, ഗ്രാസ് ഹോപ്പറിനൊക്കെ എന്തുണ്ട്? 2 സെറ്റ് ഉണ്ട് അല്ലേ? 2 pairs ഉണ്ട്, അതായത് 4 വിങ്സ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് ഈ വിങ്സ് ഉള്ളതിനെ തന്നെ പിന്നെയും സബ് ഗ്രൂപ്പ് ആക്കാം. ഇനി ആ 2 pairs ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഉള്ള ആ ഗ്രൂപ്പിനെ
നോക്കിക്കോ, ആ ഗ്രൂപ്പിനെ, സെക്കൻഡ് ഗ്രൂപ്പിനെ, ആ 3 മെമ്പേഴ്സുള്ള ആ ഗ്രൂപ്പിനെ നമുക്ക് പിന്നെയും രണ്ടാക്കി തിരിക്കാം. എങ്ങനെയാണ്? പെക്യൂലിയാരിറ്റി ഓഫ് ലെഗ്സ്, അവരുടെ കാലുകളുടെ പ്രത്യേകത വെച്ച് പിന്നെയും തരംതിരിക്കാം. എങ്ങനെ? ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത്സ്. സോ ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ബട്ടർഫ്ലൈ ഹാവ് ദ ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത്സ്. അവരുടെ കാലുകൾക്ക് എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. ഹിൻ ലെങ്സ് ആയാലും ഫ്രണ്ട് ലെഗ്സ് ആയാലും എന്താണ്? സെയിം ലെങ്ത് ആണ്. അതേസമയം ഗ്രാസ് ഹോപ്പറിന് ഫ്രണ്ട് ലെഗും അതുപോലെ ഹിൻ ലെഗ്സും എന്താണ്? ഡിഫറെൻറ്റ് ലെങ്ത്തിനാണുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ വേറെ ഗ്രൂപ്പിലാക്കാം. ഇനി നമുക്ക് പിന്നെയും ഈ ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത് ഉള്ള ആ ഗ്രൂപ്പിനെ പിന്നെയും ഒരു സബ് ഗ്രൂപ്പാക്കി തിരിക്കാൻ പറ്റും. എന്തായിരിക്കും ക്രൈറ്റീരിയ? പെക്യൂലിയാരിറ്റി ഓഫ് വിങ്സ്. എന്താണ്? വൺ ഈസ് ഹാവിങ് ട്രാൻസ്പെറൻറ്റ് വിങ്സ്, അനദർ വൺ ഹാസ് നോൺ ട്രാൻസ്പെറൻറ്റ് വിങ്സ്. എന്താണ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ നമ്മൾ കണ്ണിന് നേരെ ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ സൈഡിൽ നിന്ന് വെച്ച സാധനം അപ്പുറ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണും അല്ലേ? ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ അപ്പുറ സൈഡ് കാണാം അല്ലേ? സുതാര്യം എന്ന് മലയാളത്തിൽ പറയും അല്ലേ? അതാണ് ട്രാൻസ്പെറൻറ്റ്. പക്ഷേ ഡ്രാഗൺ ഫ്ലൈയുടെ ചിറക് കണ്ടോ? നമുക്ക് വളരെ അതൊരു എന്താണ്, നല്ലൊരു പ്ലാസ്റ്റിക് പേപ്പർ പോലെ അല്ലേ, കവർ പോലെ നമുക്ക് ഈ സൈഡിൽ നിന്ന് അപ്പുറ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം നോൺ ട്രാൻസ്പെറൻറ്റ് വിങ്സ് ആണ് ഏതിലുള്ളത്? ബട്ടർഫ്ലൈക്കുള്ളത്. ബട്ടർഫ്ലൈയുടെ വിങ്സ് എന്താണ്? സുതാര്യമാണോ? അല്ല, അതാര്യമാണ്. നമുക്ക് ഈ സൈഡിൽ അപ്പുറ സൈഡിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയും ഈ ഒരു ഗ്രൂപ്പിനെ പിന്നെയും സബ് ഗ്രൂപ്പാക്കി തിരിക്കാമെന്നാണ് പറയുന്നത് അല്ലേ? ലാസ്റ്റ് ഓരോ ഗ്രൂപ്പിലും ഒരെണ്ണം മാത്രമാവുന്നത് വരെ നമുക്ക് ഓരോ ക്രൈറ്റീരിയ വെച്ച് ഈ ഓർഗാനിസംസിനെ നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഗ്രൂപ്പാക്കി തിരിച്ച് വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളുടെ ലിവിങ് വേൾഡിനെയും സയൻറ്റിസ്റ്റ് തരംതിരിച്ചിട്ടുള്ളതാണ് പറയുന്നത് അല്ലേ? നമുക്ക് പ്ലാന്റ്സ് എന്നും ആനിമൽസിനൊക്കെ നമ്മൾ തരംതിരിക്കുന്നില്ലേ? പിന്നെയും അവരെ തരംതിരിച്ച് നമുക്ക് ഒരുപാട് ഫാമിലീസും ഗ്രൂപ്പ്സും സബ് ഗ്രൂപ്പ്സും ഓർഡേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അത് ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ആനിമൽസിന് പേരിടുന്നത്, പ്ലാന്റ്സിന് പേരിടുന്നത്, ഇതൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. വൈ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഓർഗാനിസംസ് വെരി ഈസി? ലെസ് നമ്പർ ഓഫ് ഓർഗാനിസംസ്. ഇപ്പം നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയില്ലേ, ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു അല്ലേ? വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടായിരിക്കാം? ലെസ് നമ്പർ ഓഫ് ഓർഗാനിസംസ്, വി വർ ഗിവൺ ഓൺലി എ ഫ്യൂ നമ്പർ ഓഫ് ഓർഗാനിസംസ്, റൈറ്റ്? Specific indicators, there were specific indications. We could observe all the criteria. Then 2 clear options for each indicator. നമുക്ക് ഓരോന്നിനും ഓപ്ഷൻസും ഉണ്ടായിരുന്നു അല്ലേ? ഇനി classifications becomes easier with the use of such specific indicators. ലൈക്ക് നമ്മളിപ്പം സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഏതൊക്കെ വെച്ചത്? വിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് വിങ്സ്, അല്ലെങ്കിൽ ലെഗ്സിൻ്റെ ലെങ്ത്ത്, അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ ഇൻഡിക്കേറ്റർ വെച്ചിരുന്നു അല്ലേ? അങ്ങനെ ഇൻഡിക്കേറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ വളരെ ഈസി ആവുമെന്നാണ് പറയുന്നത്. അനലൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ദ നോട്ട് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. ഓക്കെ, നിങ്ങളുടെ ഗസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Taxonomic keys are the scientific indicators used for identifying and classifying plants and animals. One of the most important taxonomic keys is the dichotomous key. Okay. Taxonomic keys എന്നാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ള ആ ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയായിരിക്കും? ഈച്ച് ഇൻഡിക്കേറ്റർ ഈസ് ഇൻ ദിസ് കീ ഹാസ് 2 possibilities of the selection. By choosing the peculiarities of the organism to be identified and by proceeding systematically, one can identify and classify the organism. Okay, നമുക്ക് നോക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ടാക്സോണമി എന്നുള്ളൊരു പുതിയ വേർഡ് നിങ്ങൾ കേട്ടു അല്ലേ? ടാക്സോണമി എന്ന് വെച്ചാൽ എന്താണ്? ആ ഡെഫിനേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡൻറ്റിഫൈസ് ഓർഗാനിസംസ്, classifies them on the basis of similarities and differences and names them scientifically. This is the definition for taxonomy. Taxonomy is a branch of science. Okay, it's a branch of biology and that identifies organisms. Organisms means living things. And first they will identify. Then they will classify them on the basis of similarities and differences. And names them. They are giving names scientifically. Okay, that is the definition of taxonomy. Okay, once again, taxonomy is a branch of
biology that identifies organisms, classifies them on the basis of similarities and differences, and names them scientifically. Okay. For the purpose of classification, the characteristic features of organisms, their external and internal features, genetic constitution, evolutionary relationships, etc. are to be thoroughly studied. ഇനി നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞല്ലോ, ഇൻഡിക്കേറ്റേഴ്സൊക്കെ എന്തൊക്കെയായിരിക്കും? ടാക്സോണമി കീസ് എന്തൊക്കെയായിരിക്കും ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ക്യാൻ ബി characteristic features of organisms, their external and internal features, genetic constitution, evolutionary relationships, etc. Okay, this study reveals the relation between the various groups of organisms. ഇപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ ഓർഗാനിസത്തിനെയും ഓരോ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുമ്പോഴും എല്ലാ ഗ്രൂപ്പുകൾ തമ്മിലും എന്താണ് ഒരു ചെറിയ കണക്ഷൻ അല്ലെങ്കിൽ ലിങ്ക് ഉണ്ട്. ഒരു ഗ്രൂപ്പിനെയും ഒറ്റയ്ക്കായിട്ട് മാറ്റി നിർത്താൻ കഴിയില്ല എന്നാണ് സ്റ്റഡീസ് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തെളിയിക്കുന്നതാണ് പറയുന്നത്. മോറോവർ, ടാക്സോണമി പ്രൊവൈഡ്സ് എവിഡൻസസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിസംസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അതുമാത്രമല്ല ഇവല്യൂഷണറി സ്റ്റേജിൽ അല്ലെങ്കിൽ ഇവല്യൂഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഓരോ ഓർഗാനിസംസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഈ ഒരു ടാക്സോണമി സ്റ്റഡിയിലൂടെ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇവല്യൂഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പോയിന്റ് എന്താണ്? ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ആർ ഇവോൾവ് ഫ്രം ദ മങ്കി ഫാമിലി, റൈറ്റ്? അപ്പം നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പാക്കി തരംതിരിച്ചാൽ പിന്നെയും എന്താണ് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ പിന്നെ ലാർജ് ഗ്രൂപ്പ് എടുക്കുമ്പോഴെന്താണ് ഈ മങ്കീസും ഹ്യൂമൻ ബീങ്സൊക്കെ ഒരു ഗ്രൂപ്പിലായിട്ട് വരും അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവല്യൂഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ലേൺ ദിസ് ഡീപ്പ്. Based on similarities or differences, all organisms including human beings are placed in different levels of classification. It was a scientist named Carl Linnaeus who fixed taxonomic hierarchy and provided a scientific base for classification. Hence, he is known as the father of taxonomy. It is a very important point, dear children. You have to learn this. Carl Linnaeus, Carl Linnaeus. Carl Linnaeus is a Swedish scientist. He is considered as the father of taxonomy. Okay. So, who is the father of taxonomy? Carl Linnaeus. Okay. Next, let's familiarize ourselves with some scientists who have made valuable contributions in the history of taxonomy. ഇനി ടാക്സോണമി എന്താണ്? ടാക്സോണമി പഠിച്ചു കഴിഞ്ഞു നമ്മൾ. ഇനി ടാക്സോണമിയുടെ മോഡേൺ ടാക്സോണമിയുടെ ഫാദർ ആരാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആരാണ്? കാൾ ലിനേയസ് ആണ് അല്ലേ? അപ്പോൾ ഇനി ഈ ടാക്സോണമി എന്നുള്ള ഒരു പഠനശാഖ എങ്ങനെ ഉയർന്നു വന്നു, അതിന് ആരൊക്കെ കോൺട്രിബ്യൂഷൻ നൽകിയെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ ഹിസ്റ്ററി ഓഫ് ടാക്സോണമി. ഫസ്റ്റ് വൺ, Aristotle is considered as the father of biology. Okay, Aristotle is a Greek scientist and philosopher. He was a teacher of great Emperor Alexander. Okay, he is a philosopher from Greece, ancient Greece. Okay, അപ്പോൾ ഏൻഷ്യൻറ്റ് ഗ്രീസിലെ വളരെ പ്രശസ്തനായ, ഇന്നും ആൾക്കാർ വളരെയധികം റെഫറൻസ് കണ്ടെത്തുന്ന വളരെ പ്രശസ്തനായ ഒരു ഏൻഷ്യൻ ഫിലോസഫർ ആൻഡ് സയൻറ്റിസ്റ്റാണ് അരിസ്റ്റോട്ടിൽ കൈവെക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. അരിസ്റ്റോട്ടിൽ ആരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഫാദർ ഓഫ് ബയോളജിയാണ്. ഹി ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പം അരിസ്റ്റോട്ടിൽ ആദ്യം ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയായിരുന്നു ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? ഓർഗാനിസംസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ റെഡ് കളറുള്ള ബ്ലഡുള്ള ജീവികളും റെഡ് അല്ലാതെ വിവിധ ഗ്രീനും വൈറ്റും ഒക്കെ കളറുള്ള ബ്ലഡുള്ള ജീവികളുണ്ടല്ലോ അല്ലേ? വേംസും അതുപോലെ ബട്ടർഫ്ലൈ അല്ലേ, കോക്രോച്ച്, ഇൻസെക്ട്സിനൊക്കെ റെഡ് കളറുള്ള ബ്ലഡ് അല്ല, വൈറ്റും ഗ്രീനൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡുള്ള ജീവികൾ, അങ്ങനെ 2 തരത്തിലാണ് ആര് ക്ലാസിഫൈ ചെയ്തത്? അരിസ്റ്റോട്ടിൽ. നെക്സ്റ്റ് ആരാണ് വന്നത്? തിയോഫ്രാസ്റ്റസ് ഈസ് ഓൾസോ ഫ്രം ഏൻഷ്യൻറ്റ് ഗ്രീസ്. He is considered as father of
botany. You should remember this. He is considered a father of botany. Botany എന്താണ്? Botany is study of plants. Zoology എന്താണ്? Study of animals. Okay, I think you know it. He classified plants into annuals, biennials and perennials. എന്തായിരിക്കും ആ ക്ലാസിഫിക്കേഷൻ? നമുക്ക് ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചിലപ്പം 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ ചിലപ്പം പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഹെർബ്സ് എന്നും ഷ്രബ്സ് എന്നൊക്കെ അല്ലേ? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, like that we will classify. Like that, Theophrastus classified plants into annuals. Annuals എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം മാത്രം ജീവിക്കുന്ന അത്രമാത്രം ആയുസുള്ള പ്ലാന്റ്സ് ഉണ്ട്. 2 വർഷം മാത്രം ആയുസുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാഴയൊക്കെ എന്താണ്? വാഴയൊക്കെ 1 വർഷം മാത്രം ആയുസുള്ള ഇതാണ്. അതേസമയം ഒരു മാവാണെങ്കിലോ ഒരുപാട് വർഷം ആയുസുണ്ട് അല്ലേ? പെരേനിയൽ. അങ്ങനെ പലതരത്തിൽ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ചരകൻ. ചരകൻ ഇസ് എ സയൻറ്റിസ്റ്റ് ഫ്രം ഓർ എ മഹർഷി ഫ്രം ഇന്ത്യ. ഓക്കെ, ഹി ഈസ് ഫാദർ ഓഫ് ആയുർവേദ. ഓക്കെ, ആയുർവേദത്തെ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ആരാണ്? ചരക മഹർഷിയാണ്. ഹി ഈസ് എ ഫാദർ ഓഫ് ആയുർവേദ. ഹി റോട്ട് ദ ട്രീറ്റേസ് ചരക സംഹിത. ഹിസ് ബുക്ക് ഈസ് Charaka Samhita. Charaka Samhita is considered as one of the basic texts of Ayurveda and it includes around 200 plants and animals. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? He described about 200 plants and animals. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും എന്താണ്? ഏകദേശം 1st centuryയോളായി അല്ലേ? ഇനി മോഡേൺ വേൾഡിലേക്ക് വരികയാണ്. ജോൺ റേ ഫ്രം ഇംഗ്ലണ്ട്. ജോൺ റേ from England, he recorded more than 18,000 plants in the book Historia Generalis Plantarum. ഓക്കെ, ഈ ഒരു ബുക്കിൽ ഇദ്ദേഹം ഏകദേശം 18,000 പ്ലാന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ജോൺ റേസ് ഫ്രം ഇംഗ്ലണ്ട് ആൻഡ് ഹീ lived in the time 1627 to 1705. Okay, and also his contribution, another contribution, he used the term species for the first time. Okay, a species എന്നുള്ള ഒരു വേർഡ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്? ജോൺ റേ ആണ്. ഓക്കെ, ദിസ് പോയിന്റ് യു ഷുഡ് റിമെമ്പർ. കാൾ ലിന്നേഴ്സ്. കാൾ ലിന്നേഴ്സ് we have already seen. He is a Swedish scientist. He is considered as the father of modern taxonomy and he suggested the taxonomic hierarchy, proposed a binomial nomenclature and scientific naming method for organisms. ബൈനോമിയൽ നോമൻക്ലേച്ചർ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഞാൻ പറഞ്ഞുതരാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ള ഒരു നെയിമിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കാൾ ലിന്നേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് കാൾ ലിന്നേഴ്സിൻ്റെ ടാക്സോണമിക് ഹൈറാർക്കി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരു ഹൈറാർക്കി അല്ലേ? ഫസ്റ്റ് കിങ്ഡം എന്ന് പറയുന്നതാണ് ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു വലിയ ഫാമിലിയിൽ നിന്നും കട്ട് ചെയ്ത് സബ് ഗ്രൂപ്പാക്കി ഏറ്റവും ലോവസ്റ്റ് എന്താണുള്ളത്? ജീനസും സ്പീഷീസും ആണ്. അപ്പോൾ സ്പീഷീസ് എന്നുള്ള വേർഡ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്, ദാറ്റ് ഈസ് ജോൺ റേ. ഓക്കെ, ഈ ഒരു പിക്ചറിൽ കാണുന്ന ആ ഒരു ഹൈറാർക്കിയാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാൾ ലിന്നേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് എന്തായാലും പഠിച്ചിരിക്കണം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇങ്ങനെ സബ് ഗ്രൂപ്പാക്കി വരുന്ന ഈ ഒരു ഓർഡർ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദ ഹൈറാർക്കി ഓഫ് കാൾ ലിന്നേഴ്സ്. കിങ്ഡം, നെക്സ്റ്റ് കംസ് ഫൈലം, നെക്സ്റ്റ് കംസ് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, so let's conclude the contributors to the growth of modern taxonomy. First Aristotle from Greece, then Theophrastus from Greece again, Charagan from India, John Ray from England, Carl Linnaeus from Sweden. Okay, Carl Linnaeus is considered as the father of modern taxonomy. Okay, next we have already seen Carl Linnaeus has developed the hierarchy. ദാറ്റ് ഹൈറാർക്കി നമുക്ക് നോക്കാം എന്തൊക്കെ ഹൈറാർക്കിയാണ്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിരുന്നത് ഡൊമസ്റ്റിക് ക്യാറ്റിനെയാണ്. ഓക്കെ, ഡൊമസ്റ്റിക് ക്യാറ്റിനെ നമുക്ക് എങ്ങനെ ഇതുപോലെ ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കിങ്ഡം, ഇവിടെ എന്താണ്? നമുക്ക് താഴെ തുടങ്ങാം അല്ലേ? ഡൊമസ്റ്റിക്കസ് സ്പീഷീസ്, ഡൊമസ്റ്റിക്കസ്, ജീനസ്, ഫെലിസ്. ഇപ്പം നമ്മൾ ഒരു ആനിമലിൻ്റെ ആയിക്കോട്ടെ പ്ലാന്റിൻ്റെ ആയിക്കോട്ടെ നോമൻക്ലേച്ചറിൽ പറയും. ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് സയൻറ്റിഫിക് നെയിംസ് ഉണ്ട് ഓരോ ആനിമൽസിനും പ്ലാന്റ്സിനും.
അങ്ങനെ പറയുന്ന സമയത്ത് ഫസ്റ്റ് ജീനസ് നെയിമും സെക്കൻഡ് സ്പീഷീസ് നെയിമുമാണ് പറയുക. So the scientific name of cat is Felis domesticus. Okay, Felis domesticus is the name of scientific name of cat. Okay, ഇനി ഏത് ഫാമിലിയിലാണ് ക്യാറ്റ് ഉൾപ്പെടുന്നത്? ഫെലീഡേ എന്ന ഒരു ഫാമിലിയിലാണ്. ഫെലൈൻ എന്നുള്ള ലാറ്റിൻ വേർഡ് നിന്നാണ് അത് വരുന്നത് കേട്ടോ. ഫെലൈൻ മീൻസ് ഫെലൈൻ കറേജ് വിൽ സേ കറേജ് ഷോൺ ബൈ വിമൻ ആർ കോൾഡ് ഫെലിൻ കറേജ്. ഓക്കെ, ലൈക്ക് ദാറ്റ് ഫെലിൻ സംതിങ് റിലേറ്റഡ് ടു cat. Okay, next, this family belongs to another big group, that is order Carnivora. Carnivora means the animals which are carnivores. Carnivores means they are eating meat. Okay, then this subgroup is belonging to another big group, that is class Mammalia. Mammalia means animals which are giving milk to their young ones. Okay, then these are belonging to another big group, that is phylum Chordata. Chordata means animals which have their spinal cord. Okay, they will have spinal cord. Animals which have spinal cord are classified into the group chordate. Okay, then all these chordates are belonging to another group, that is Animalia. Okay, Animalia means the whole animal kingdom. Like this hierarchy goes. Okay, so this order you should not forget. Okay, kingdom, phylum, class, order, family, genus, species. For remembering this, you can make a code like KPCOFGS. If you are remembering like that, KPCOFGS, you will remember the order. Okay, kingdom, phylum, class, order, family, genus, species, etc. Okay, next, according to biological definition, species is a group of organisms that can produce fertile offsprings through sexual reproduction. Species എന്ന് പറഞ്ഞാൽ എന്താണ്? Species is a group of organisms that can produce fertile offsprings that can through sexual reproduction. Species is the basic level of classification. Okay, ഏറ്റവും താഴെയാണ് നമ്മൾ കണ്ടത് അല്ലേ? ജീനസ് കഴിഞ്ഞ് താഴെയാണ് സ്പീഷീസ് കണ്ടത്. Cat belongs to the species Domesticus, right? So species is the lowest of the hierarchy, and organisms of a species share maximum similarity features. Okay, അപ്പം മനസ്സിലാക്കണം, ഏറ്റവും ലോ ക്ലാസ് എത്തുമ്പോഴേക്കും അത്രയ്ക്കും സിമിലാരിറ്റി ഫീച്ചേഴ്സ് ഏതിനുണ്ടാവും? ഒരു സ്പീഷീസിലെ ആനിമൽസിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. Organisms of similar species constitute the genus. Similar genus constitute the class. Related classes join to form phylum. All phyla constitute, see, phylum and phyla. These phylum is a Greek word. Phylum single word. Then phyla plural. Okay, like datum. Datum singular. Data plural. Like that. Okay. Medium singular. Media plural. Like that. All phyla constitute the kingdom, which is the highest level. Okay. Observe the illustration given below and discuss it on the basis of the indicators written down. Write down your inferences in your science diary. Okay. Here kingdom Animalia. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, എല്ലാ ടൈപ്പ് ആനിമൽസും ഉണ്ട്. അതിന് കോർഡേറ്റ വരുമ്പോൾ എന്താണ്? അവിടെ ഈ നമ്മുടെ ഫ്ലൈസ് ഒന്നുമില്ല. അവർക്ക് എന്തില്ലാത്തത്? സ്പൈനൽ കോഡ് ഇല്ല അല്ലേ? വെർട്ടിബ്രേറ്റ്സ് മാത്രമാണ് കോർഡേറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് മാമാലിയ. വെർട്ടിബ്രേറ്റിൽ തന്നെ ഇപ്പം നമ്മൾ ബേർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷേ ബേർഡ് എന്ത് ചെയ്യില്ല? കുട്ടികൾക്ക് പാലുകൂട്ടി വളർത്തുമോ? ഇല്ല. സോ അത് വേറെ ഗ്രൂപ്പാണ്. അതിൽ നിന്ന് മാമാലിയ മാത്രം വരുമ്പോൾ വെർട്ടിബ്രേറ്റ്സ് നിന്ന് പിന്നെയും കുറഞ്ഞു. അത് കഴിഞ്ഞ് ദെൻ ഓർഡർ കാർണിവോറ. ഇപ്പോൾ ഇതിൽ ആരൊക്കെ വരും? വെർട്ടിബ്രേറ്റ്സിൽ തന്നെ മാമാലിയയിൽ ആര് വരും? കൗ ഒക്കെ വരും. പക്ഷേ കാർണിവോറ വരുമ്പം ആ കൗ അതിൽ നിന്ന് ഒഴിവാകും, കാരണം ദേ ആർ ഹെർബിവോസ്, റൈറ്റ്? അപ്പോൾ അതിൽ കാർണിവോറസിലാണ് ഇത്രയും ആൾക്കാർ വരുന്നത്. പിന്നെ അതിന് പിന്നെയും സബ് ഡിവൈഡ് ചെയ്താലോ? ഫെലിഡേ ക്യാറ്റ് ഫാമിലിയാണ്. ക്യാറ്റ് ഫാമിലി വരുമ്പോഴേക്കും ലയണൊക്കെ ഉണ്ട് അല്ലേ? ദോസ് വിഡ്രോബിൾ ക്ലോസ്. അവർക്ക് എന്താണ്? വിഡ്രോബിൾ ക്ലോസ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാറ്റ്സ് ഇങ്ങനെ അവർക്ക്
ആക്രമിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം ക്ലോസ് പുറത്തേക്ക് വരുന്നത്. എല്ലാ സമയത്തും തന്നെ സോഫ്റ്റ് ലെഗ്സ് ആണ് അല്ലേ. സോ ദീസ് ആനിമൽസ് ഹാവ് വിഡ്രോവബിൾ ക്ലോസ് അലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ഓർഡർ കാർണിവറെ. സോ ദേ ആർ കോൾഡ് ഫെലിഡേ. ഈ കാറ്റ് ഫാമിലിയിലുള്ള ആനിമൽസിന് മാത്രമാണ് ആ ഒരു ഫീച്ചർ ഉള്ളത്. പിന്നെ ജീനസ് ഫെലിസ് ഷോസ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ഫെലിഡേ. സ്മോൾ സൈസ്ഡ് ബോഡി. ഇനി ഫെലിസ് വരുമ്പോഴൊക്കെ എന്താണ്, സ്മോൾ സൈസ് ബോഡിയുള്ള ആനിമൽസിനെയൊക്കെ നമ്മൾ ആ ഗ്രൂപ്പാക്കി. അവിടെ എന്താണ്, ലയണും ടൈഗറൊന്നുമില്ല, സ്മോൾ സൈസ് ബോഡി. ആൻഡ് ഓൾസോ ദർ ഇസ് നോ റോറിംഗ് സൗണ്ട്. വിൽ എ ക്യാറ്റ് റോർ? നോ. ലയൺ ആൻഡ് ടൈഗർ വിൽ റോർ, റൈറ്റ്. സ്മോൾ സൈസ്ഡ് ബോഡിയാണ്. ഇനി അതിലുള്ള സബ് ഗ്രൂപ്പാണ് ഏത് വരുന്നത്, സ്പീഷീസ്. ഏറ്റവും ലോ ക്ലാസ്സിലേക്ക് എത്തുകയാണ് നമ്മൾ. അതേർ ഓൺലി അവർ ക്യാറ്റ് ബിലോങ്സ് അലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ജീനസ് ഫെലിസ്. ഇപ്പോൾ സെക്കൻഡ് ജീനസ് ഫെലിസിൽ എന്താണ്, ക്യാറ്റുണ്ട്, വൈൽഡ് ക്യാറ്റുണ്ട്. പക്ഷേ സ്പീഷീസ് എത്തുമ്പോഴേക്കും എന്താണ്, വൈൽഡ് ക്യാറ്റും കൂടെ റിമൂവ് ആയി ഓൺലി അവർ ക്യാറ്റ് ഈസ് റിമൈനിങ് ദെയർ. ഓക്കെ, ലൈക്ക് ദിസ് ഹൈറാർക്കി ഈസ് ഗോയിങ് ഡൗൺ ഡൗൺ എക്സെട്ര. ഓക്കെ, then coming to the plant or botany. The same binomial nomenclature system is introduced in the botany field also. Botanical field also we can see like that. In the plant kingdom also this type of classification hierarchy is there. And let's see an important point that is about Hortus malabaricus. Okay, ഇവിടെ ഒരു ബോക്സ് കാണാൻ പറ്റും. You have to study about it. Hortus malabaricus. If we are studying about taxonomy, one most important point that we cannot avoid at any way, that is Hortus malabaricus. Hortus malabaricus, its meaning is Garden of Malabar. Is the first book on Kerala's plant wealth. It is the first published book that is on Kerala's plant wealth. Okay, കേരളത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ചുള്ള ആദ്യം ഇറങ്ങിയ ബുക്കാണ് ഇത്, ഹോർട്ടൂസ് മലബാറിക്കസ്. ഇത് കേരളക്കാരല്ല പബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് ഡൺ, ദിസ് വർക്ക് വാസ് ഡൺ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഗവർണർ അഡ്മിറൽ വാൻ റീഡ്. ഓക്കെ, he was the leadership, he led the leadership for writing this big book. And the people who helped from Malabar are Kollattu Itti Achyutan Vaidyar, Ranga Bhatt, Vinayak Pandit and Appu Bhatt. These are the people who made remarkable contributions in the writing of the book. Okay, and this book has 12 volumes. Okay, and it was published from Amsterdam. Okay, there were at that time we had no printing press, etc. Then another feature of Hortus malabaricus is Malayalam fonts were used for the first time for this book. അപ്പോൾ അത്രയും നാളെന്താണ്, നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ് ഇല്ല, ഇംഗ്ലണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ടിലും അതുപോലെ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ മാത്രമേ ഉള്ളൂ പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ഒരു മലയാളം വേർഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഹോർത്തൂസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ടൊരു മലയാളം വേർഡൊക്കെ പ്രിൻറ്റ് ചെയ്ത് തരാം. എല്ലാ സസ്യങ്ങളുടെയും എല്ലാ പ്ലാന്റ്സിൻ്റെയും പേര് മലയാളത്തിലും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മലയാളം ഫോണ്ട് ആദ്യമായി പ്രിൻറ്റ് ചെയ്തതും ഹോർത്തൂസ് മലബാറിക്കസിലാണ്. In which classification of plants, pictures and local names are recorded. This was one of the books that greatly influenced Carl Linnaeus. So our father of modern taxonomy, Carl Linnaeus, could get many points from this book. It was a great help. This Hortus malabaricus was a great help for whom? Carl Linnaeus. Okay. Then now we have already seen the taxonomic hierarchy of animals. So coming to the taxonomic hierarchy of plants, Linnaeus also classified plants by including them in various levels from species to kingdom. Though revised in course of time, these are still used on the basic levels of classification. Okay, here about coconut. Cocos nucifera. While we are telling the scientific name, how can we say first genus then species name? Cocos nucifera. Okay, it belongs to the kingdom Plantae. Then angiosperm. Angiosperm means they are flowering plants. Okay, monocotyledonate. Monocot means single seed. Okay, then like that
arachnid family, like that it is coming. Then Cocos nucifera. Okay. Next, mango, Magnifera indica. Okay, that is the genus, binomial nomenclature, scientific name for mango. Okay. Angiosperm, you can see the coconut and mango trees are belong to the same phylum, right? Angiosperm, whereas class is different, single seed, but here seed has two parts, like that. Peas and all, we have two parts for seeds, right? Like that. നെക്സ്റ്റ്, ഡൈവേഴ്സിറ്റി ഇൻ നെയിംസ്. എന്തായിരിക്കും ബൈനോമിയൽ നോമൻക്ലേച്ചറിന് കാരണമായ കുറച്ച് കാര്യങ്ങൾ? അപ്പോൾ ഇവിടെ ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ് വെരി ഈസിലി. ഹിയർ 4 pictures ആർ ഗിവൺ. ഹിയർ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 പിക്ചേഴ്സിലുള്ള വസ്തുക്കളെയും ഒക്കെ നമ്മൾ ഓരോ നാട്ടിലും, കേരളത്തിന് തന്നെ പല പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവൻ ദോ വി ആർ using the same Malayalam language, these things have different names in different parts of Kerala itself. So that if a person is telling it's Uppan, no, another person is saying it's not Uppan, it's Chambot, like that. Vatta, like that. Padudara, papaya, kaplanga, karmus, omeka, all same thing has different names, so that we cannot record a name or an authentic name in a book, etc. ഓക്കെ, നമുക്ക് ഒരു ഒത്തൻറ്റിക് ആയിട്ട് ഏതെങ്കിലും ഒരു നെയിം കറക്റ്റാണെന്ന് പറയാൻ പറ്റുമോ? അവരവരുടെ നാട്ടുകാർക്ക് അവരവരുടെ പേരാണ് കറക്റ്റെന്ന് തോന്നാം, അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, കറക്റ്റായിട്ടുള്ള ഒരു പേര് വളരെ ആവശ്യമായി വന്നു, അല്ലേ? അതുകൊണ്ടായിരിക്കാം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഡൈവേഴ്സിറ്റി ഇൻ ദെയർ നെയിംസ് മേ ബി എ റീസൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് ദിസ് binomial nomenclature. This binomial nomenclature is a very important word for studying. Okay, you have to remember this. Binomial nomenclature was proposed to solve the difficulties arising out of an organism being known by various names in different languages and regions. അല്ലേ, പല പ്രദേശങ്ങളിൽ പല ഭാഷകളിൽ ഒരേ വസ്തു തന്നെ പല പേരുകളിൽ അറിയപ്പെടുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് ഈസ് എ കോമൺലി ആക്സെപ്റ്റഡ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ്. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തെമ്പാടും ഒരേ സയൻറ്റിഫിക് നെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോക്കോസ് ന്യൂസിഫറ എന്ന് ഇവിടെ നിന്നൊരു മലയാളി പറഞ്ഞാലും, ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞാലും, ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞാലും എന്താണ്, എല്ലാവർക്കും സെയിം സാധനം തന്നെയാണ്, എല്ലാവർക്കും അത് കോക്കനട്ട് തന്നെയാണ്. മീൻസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വിത്ത് ദ സെയിം word. Okay, so that to avoid confusions we can use scientific names. Okay, binomial nomenclature is a scientific method of naming by joining two words. Which are the two words? I have already told you. One is genus name, another one is species name. Okay, it was Carl Linnaeus who proposed binomial nomenclature. The first word of the scientific name indicates the genus and the second word indicates the species. By this method, the scientific name of an organism is the same all over the world. Okay, according to this, the scientific name of human beings is Homo sapiens. What's the scientific name of human beings? Yeah, Homo sapiens. Okay, Homo sapiens is the scientific name according to binomial nomenclature given to human beings of all the world. Okay. Next, coming to the scientific names of some organisms. Okay, you have to fill in it. Okay, this is your work. You have to find out the scientific names of elephant, peacock, dog, hibiscus, neem, paddy, etc. And you have to add some more. Okay, and some crow and cow are given here, but their scientific name is given there. Okay, and our സ്റ്റേറ്റ്സ് ഫ്ലവർ, കണിക്കൊന്ന എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? കാഷ്യ ഫിസ്റ്റുല. ഓക്കെ, ദെൻ let's see which are the scientific names of these elephant, peacock, etc. I have prepared. Common name for elephant, it is Asian elephant,
Okay, Elephas maximus. Okay, Elephas maximus is the Latin name. Okay, this is the scientific name of elephant. Like that, I have found some scientific names of these for your help. Okay, peacock, Pavoc status. Then dog, Canis lupus familiaris. Hibiscus rosa sinensis. Hibiscus means our regular shoe flower. Okay, neem. Then Acidacta indica, paddy, Oryza sativa. Okay, Oryza sativa is the scientific name of paddy. Okay. This scientific, at least 1 or 2 scientific names you have to remember. Okay, like Homo sapiens, Hibiscus rosa sinensis, etc. Okay, dear children, thank you for listening to me for this time. Okay, I hope this class was very much helpful for you in learning your lesson. Okay, children, bye bye. See you next time. Please subscribe to my channel for regular updates. Thank you. Bye bye.